അങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയേക്കുവാണ്. ഞാൻ നേരത്തെ വോട്ടിംഗ് റിസൾട്ട് ഇട്ടപ്പോൾ പറഞ്ഞായിരുന്നു, നെവിൻ, ലക്ഷ്മി എന്നിവർ രണ്ടുപേരിൽ ഒരാളായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോവുക. രണ്ടുപേർക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു, ചെറിയൊരു വോട്ട് വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ രീതിയിൽ ഇങ്ങനെ നമ്മുടെ ലക്ഷ്മിയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളത് എന്നുള്ള അൺഒഫീഷ്യൽ റിസൾട്ടുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഒഫീഷ്യലായിട്ടുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ അവസാനിച്ചു, നമുക്ക് പുത്തൻ പ്രമോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ലക്ഷ്മി തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. അവിടെ കുറച്ച് റിയാലിറ്റി ഷോ കണ്ട ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞത് വെച്ചൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ ലക്ഷ്മി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. ലക്ഷ്മി പോകുന്നത് കണ്ടപ്പോൾ സാബുമാന് നല്ല രീതിയിലുള്ള വിഷമം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ബിഗ് ബോസ് അംഗങ്ങളിൽ എല്ലാവരും മാനത പിടിച്ചമാരി നിൽക്കുന്നു. പ്രത്യേകിച്ച് വലിയ തോതിലുള്ള കരച്ചിലും ഇല്ല, ബഹളമൊന്നും ഇല്ലാണ്ടാണ് നമ്മുടെ ലക്ഷ്മി എവിക്റ്റായി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി എവിക്ഷൻ നടന്നിട്ടുള്ളത് ഞായറാഴ്ചയാണോ അല്ലെങ്കിൽ ശനിയാഴ്ചയാണോ എന്നുള്ള രീതിയിൽ ആ ഒരു കാര്യത്തിൽ കറക്റ്റ് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. കുറച്ച് പേര് പറയുന്നുണ്ട്, അതായത് ഞായറാഴ്ചയാണ് എവിക്ഷൻ നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ ശനിയാഴ്ച ആയിരിക്കുന്നത്. എന്തായാലും എവിക്റ്റായി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകാൻ പോകുന്ന വ്യക്തി ലക്ഷ്മി തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് 100 അല്ല 110% ഉറപ്പാണ്. നിങ്ങൾ എന്തപ്പോൾ ഞാൻ പറയാം, അത്രമാത്രം ഗ്യാരണ്ടിയോടെ ഞാൻ പറയാം, ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ പ്രാവശ്യം എവിക്റ്റായി പുറത്തു പോകുന്ന ആള് ലക്ഷ്മി തന്നെയാണ്. ഇത് ഒഫീഷ്യലായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ന്യൂസാണ്. അൺഒഫീഷ്യലായിട്ട് മീൻസ് ഫേക്ക് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല. ഇത് ഒഫീഷ്യലായിട്ടുള്ള ട്രൂ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സത്യം പറഞ്ഞാൽ ലക്ഷ്മി ഒരു നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ലക്ഷ്മി ഇത്രയും പെട്ടെന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റായി പുറത്തു പോകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലക്ഷ്മി ഇതുവരെ തൻ്റെ ഒരു പ്രശ്നത്തിന് ഇടപെട്ടതായിട്ട് കണ്ടിട്ടില്ല. ബേസിക്കലി ബാക്കിയുള്ള ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ്, അതിപ്പോൾ ബേസിക്കലി സ്ത്രീകൾക്ക് വലിയ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഓടിച്ചെന്ന് അതിൽ ഇടപെട്ട് അങ്ങനെ ഒരു സീനുണ്ടാക്കി അങ്ങനെ ഒരു സ്ക്രീൻ സ്പേസ് ആയിരുന്നു ലക്ഷ്മി ഇതുവരെ നേടിയെടുത്തുകൊണ്ടിരുന്നത്. എന്തായാലും നമ്മുടെ സാബുമൻ എന്തായാലും പൊളിച്ചു കിട്ടും. 5 സ്റ്റാർ കഴിക്കും ഡു നത്തിങ് എന്ന് പറഞ്ഞിട്ട് വൈൽഡ് കാർഡ് കണ്ടസ്റ്റന്റിൽ ഇപ്പോൾ എല്ലാവരും വിക്ടർ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണ്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴും നമ്മുടെ സാബുമൻ മാത്രം ബിഗ് ബോസ് വീട്ടിൽ ഇരിപ്പുണ്ട്. എന്തായാലും ലക്ഷ്മി ഫാൻസ് ഇത് വന്നൊരു തിരിച്ചടിയായിരിക്കും. ലക്ഷ്മിയുടെ ഒരു ആർമി തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും ലക്ഷ്മിയുടെ ആരാധകരെല്ലാവരും വിഷമിക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് 100 അല്ല 110% വിശ്വസിക്കാം കേട്ടോ. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ലക്ഷ്മി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഈ ചാനലിൽ വന്നിട്ട് എന്ത് വേണമെങ്കിലും വിളിച്ചു പറഞ്ഞു, എനിക്ക് ഒരു കുഴപ്പവുമില്ല. സത്യത്തിൽ ഞാൻ പറയുകയാണ്, ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ലക്ഷ്മിയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഓക്കെ, വലിയ ചാനലുകാർ വലിയ കൊമ്പത്തുള്ള ആൾക്കാരെ കിട്ടാൻ മാത്രമേ അത് ട്രൂ ന്യൂസ് ആയിരിക്കുള്ളൂ, ചെറിയ ചാനലുകാരെ ഇട്ട് കഴിഞ്ഞാൽ അത് ഫേക്ക് ന്യൂസ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നവരോട് എനിക്ക് ഇത്ര പറയാനുള്ളൂ. ലക്ഷ്മി തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള സ്ഥലത്ത് പേര് മറക്കണ്ട കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ഹൈപ്പ് അടിച്ച് എല്ലാവരും ഒന്ന് എത്തിച്ചേക്കുക. എല്ലാവരും ഒന്ന് അറിയട്ടെ ആരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയെന്ന്. അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക. ബൈ. പിന്നെ ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക കേട്ടോ.